വിശ്വസ്തരായിരിക്കണം. ഈ പ്രസംഗം നടത്തുന്നത് ജഗോഷ്യ സാറിനാണ്. സാറ് നടത്തുമ്പോൾ നല്ല ശ്രദ്ധ കൊടുക്കാൻ തക്കവണ്ണം സാറങ്ങളെ പ്രോത്സാഹിക്കും. നമ്മുടെ ഈ കൊച്ചു കേരളത്തില് ഓരോ ദിവസവും നൂറുകണക്കിന് വിവാഹങ്ങളാണ് നടത്തപ്പെടുന്നത്. വളരെയധികം സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും പ്രതീക്ഷയോടെയുമാണ് ഓരോ ആളുകളും വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. പക്ഷേ സങ്കടകരമായ സംഗതി, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഓരോ വർഷവും ആയിരക്കണക്കിന് വിവാഹങ്ങളാണ് വിവാഹമോചനത്തിൽ കലാശിക്കുന്നത്. ഇത് സംബന്ധിച്ച ഒരു പഠനം അടുത്ത കാലത്ത് നടത്തിയ ഒരു സർവേ പറയുന്നത്, ഒരു 7 വർഷത്തെ ഒരു പഠനമാണ്, നമ്മുടെ കേരളത്തിൽ വിവാഹ മോചനത്തിന്റെ നിരക്ക് 40% വർധനമുണ്ടായതായിട്ടാണ് പറയുന്നത്. മുമ്പ് ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും 30,000 വിവാഹങ്ങളാണ് ഓരോ വർഷവും വിവാഹമോചനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയധികം മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ന്യൂ ജനറേഷൻ, പുതിയ തലമുറ വളരെ പെട്ടെന്ന് അവർ വിവാഹത്തിലേക്ക് കടക്കുന്നു, പെട്ടെന്ന് തന്നെ അവർ വിവാഹത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇത് നേരത്തെയൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഈ സ്ഥിതി വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്? സംഘടന നമുക്ക് നല്ലൊരു വിഷയം തന്നിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വിശ്വസ്തരായിരിക്കണം. എന്തുകൊണ്ടാണ്? ലോകത്തിലെ ഈ ഒരു പ്രവണത നമ്മുടെ കുടുംബങ്ങളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ക്രിസ്തീയ ദമ്പതികളെയും ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ വിവാഹ മോചനത്തെ കുറിച്ചുള്ള ലോകത്തിന്റെ വീക്ഷണം നമുക്കറിയാം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആളുകൾ വിവാഹമോചനം ചെയ്യുകയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നു, ഉടനെ വീട്ടിലേക്ക് പോകുന്നു, വിവാഹമോചനം കൊടുക്കുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് യഹോവയുടെ വീക്ഷണം എന്താണ്? നമ്മൾ യഹോവയുടെ ദാസന്മാരാണ്. അതുകൊണ്ട് തന്നെ സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണക്കാരനായ യഹോവയിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. യഹോവയുടെ വീക്ഷണം എന്താണ് വിവാഹമോചനത്തെ കുറിച്ച്? നമുക്ക് മലാക്കി 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ബൈബിൾ തുറന്ന സഹോദരങ്ങൾക്ക് പരിശോധിക്കാം. മലാക്കി 2:16 അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? കാരണം വിവാഹമോചനം ഞാൻ വെറുക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പറയുന്നു. വിവാഹമോചനം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, വിവാഹമോചനം ചെയ്യരുത് എന്നൊന്നുമല്ല പറയുന്നത്. വിവാഹമോചനം ഞാൻ വെറുക്കുന്നു. അപ്പൊ അതിന്റെ സീരിയസ്നെസ്, അതിന്റെ ഗൗരവം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മലാഖയുടെ കാലത്ത് നമുക്കറിയാം, അന്നുണ്ടായിരുന്ന പല ഇസ്രായേലിലും ഈ സുന്ദരികളായ യുവതികളെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചിരുന്നു. അത് യഹോവ അതിനെ ശക്തമായി വെറുത്തതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതാണോ? ഈ പുരുഷന്മാർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചത് പെട്ടെന്ന് സംഭവിച്ചതാണോ? അതിന്റെ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, നിങ്ങളുടെ മനസ്സിന്റെ ചായ്വുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ വഞ്ചിതരാകരുത്. അപ്പോ തെറ്റായ ചായ്വുകൾ വളർത്തിയെടുക്കാൻ അവർ ഇടയാക്കി എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ മോശമായ ചിന്തകൾ, ശൃംഗാരം പോലെയുള്ള കാര്യങ്ങൾ അവർ വളർത്തിയെടുത്തു. അതേ സാഹചര്യം തന്നെയാണ് നമ്മൾ ഇന്നും കാണുന്നത്. ലോകത്തിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്നല്ല അവർ വിവാഹമോചനത്തിലേക്ക് പോകുന്നു. അത് മാത്രമല്ല, ഇന്ന് നമുക്കറിയാം ചലച്ചിത്രങ്ങൾ, അതുപോലെ തന്നെ TV സീരിയലുകൾ. നമുക്കറിയാം ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും സീരിയലുകൾക്ക് അടിമകളായി തീർന്നിരിക്കുകയാണ്. വൈകുന്നേരം 4 മണി തൊട്ട് ഒരു 6 മണി വരെ സീരിയൽ മുമ്പിൽ കുത്തിയിരിക്കുന്നു. പല സീരിയലുകളുടെയും വിഷയം എന്താണ്? വിവാഹമോചനം, വിവാഹത്തിന് പുറത്തുള്ള ബന്ധം. അതൊന്നും ഒരു കുഴപ്പമുള്ള സംഗതിയല്ല എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരം പരിപാടികൾ പതിവായി നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ക്രിസ്തീയ ദമ്പതികളെയും ആ ഒരു സ്വാധീനം അവരിലേക്ക് വരാൻ ഇടയുണ്ട്. അപ്പൊ ഇത്തരം സംഗതികളിൽ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം വിശ്വസ്തരായിരിക്കാൻ സാധിക്കും. ഇനി വിശ്വസ്തരായിരിക്കാൻ അവരെ സഹായിക്കുന്ന മറ്റൊരു കാര്യം മത്തായി 19-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു നൽകുന്ന ഒരു ബുദ്ധിപദേശം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എല്ലാ സൗകര്യങ്ങൾക്കും ആ വാക്യം നോക്കാം. മത്തായി 19:4 മുതൽ 6 അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ആദിയിൽ അവരെ സൃഷ്ടിച്ചവൻ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചെന്നും അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ രണ്ടുപേരും ഒരു ശരീരമായി തീരും എന്ന് പറഞ്ഞെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഈ വാക്യത്തിൽ നമ്മൾ കാണുന്ന ആശയം എന്താണ്? ഇവിടെ ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പനെയും അമ്മയും വിട്ട്
ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറയുന്നു. അപ്പം നമുക്കറിയാം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഭാര്യയും ഭർത്താവും അവർ വിവാഹിതരാകുന്നതോടുകൂടി അവരൊരു പുതിയ കുടുംബമായി മാറുകയാണ്. നേരത്തെ അവർ ഒരു കുടുംബത്തിന്റെ ഭാഗമായിരുന്നു, പഴയ കുടുംബം. അതായത് ഒരു മകനായിട്ടോ മകളായിട്ടോ വേറൊരു കുടുംബത്തിന്റെ ഭാഗമായിരുന്നു. പലപ്പോഴും പല കുടുംബങ്ങളിൽ സംഭവിക്കുന്ന എന്താണ്? ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടുമാണ് പ്രതിബദ്ധത ഉണ്ടായിരിക്കേണ്ടത്. പക്ഷെ പല കുടുംബങ്ങളിൽ അങ്ങനെയല്ല. അപ്പോഴും അവര് ആദ്യത്തെ കുടുംബത്തിലേക്കാണ് പോകുന്നത്. എന്ന് പറയുമ്പോൾ ഭർത്താവാണെങ്കിൽ ഭർത്താവിന്റെ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ കുടുംബത്തിൽ. നമുക്കറിയാം ചില പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ, കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. ഉടനെ ഭാര്യ എന്ത് ചെയ്യും? ഫോൺ എടുക്കും, ഭാര്യയുടെ അച്ഛനെ വിളിക്കും, അമ്മയെ വിളിക്കും, ഭർത്താവിന്റെ കുറ്റങ്ങളൊക്കെ പറയും. ഭർത്താവ് ഫോൺ എടുക്കും, ഭർത്താവിന്റെ അച്ഛനെ അമ്മയെ വിളിക്കും, ഭാര്യയുടെ കുറ്റങ്ങൾ പറയും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം വിവാഹ മോചനത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് പോകാനും ഇടയുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ കുടുംബ ബന്ധത്തെ ഭരിക്കാൻ മറ്റാരെയും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരാണ് അതിന്റെ ഉത്തരവാദിത്വം. പൂർണ്ണ ഉത്തരവാദിത്വം ആ ഭർത്താവിനും ഭാര്യയ്ക്കുമാണ്. അതിനർത്ഥം മാതാപിതാക്കൾ നൽകുന്ന ഉപദേശം ശ്രദ്ധിക്കരുതെന്നല്ല, പക്വതയുള്ള ക്രിസ്ത്യാനികൾ നൽകുന്ന ഉപദേശങ്ങൾ കേൾക്കരുതെന്നല്ല. അത് കേൾക്കാൻ സാധിക്കും, എങ്കിലും അവരായിരിക്കണം അവരുടെ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് ഈ രീതിയിൽ പ്രവർത്തിക്കുക വഴി അവർക്ക് പരസ്പരം വിശ്വസ്തരാണെന്ന് തെളിയിക്കാൻ സാധിക്കും. പിന്നെ എബ്രായർ 13:4 പറയുന്നതനുസരിച്ച് അവർ നിയമപരമായി വിവാഹിതരായിരിക്കണം, വിവാഹം ആദരണീയമായിരിക്കണം എന്ന് പറയുന്നു. നമുക്കറിയാം ലോകത്തിൽ ലിവിങ് ടുഗദർ, വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതുപോലെ തന്നെ ട്രയൽ മാരേജ്, പരീക്ഷണ വിവാഹം, 2 മാസം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം വിവാഹം കഴിക്കുന്നു. ഇത്തരത്തിലുള്ള രീതികൾ ക്രിസ്തീയ ദമ്പതികൾക്ക് ചേർന്നതല്ല. അതുകൊണ്ട് യഹോവ തന്റെ സംഘടനയിലൂടെ നൽകി തന്നിരിക്കുന്ന ഈ ബുദ്ധിപദേശങ്ങൾക്ക് നമുക്ക് അതിയായ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും. എന്നാൽ വിവാഹമോചനത്തിന് തിരുവെഴുത്തുകൾ അനുവദിക്കുന്ന ഒരേ ഒരു കാരണം എന്താണ്? മത്തായി 19:9 വാക്യം നമുക്ക് നോക്കാം. മത്തായി 19:9. അതുകൊണ്ട് ഞാൻ പറയുന്നു, ലൈംഗിക അധാർമികതയാണ് വിവാഹമോചനത്തിനുള്ള ഒരേ ഒരു അടിസ്ഥാനം. അല്ലാതെ നിസ്സാര കാര്യങ്ങളോ മറ്റു കുടുംബ പ്രശ്നങ്ങളോ കാരണം വിവാഹമോചനം ചെയ്യാൻ തിരുവെഴുത്തുകൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് യഹോവ തന്റെ സംഘടനയിലൂടെ നൽകുന്ന ഈ ബുദ്ധിപദേശത്തിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാം. ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം വിശ്വസ്തരായിരിക്കാം. അങ്ങനെ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ നല്ല മാതൃകളായിരിക്കാം. അത് തീർച്ചയായും യഹോവയുടെ നാമത്തെ മഹത്വപ്പെടുത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വളരെ നന്ദി സാര, ഞങ്ങൾ ആ പ്രസംഗം നന്നായി ആസ്വദിച്ചു. സാറിന്റെ പ്രസംഗത്തിൽ നമ്മൾ ഒത്തിരി നല്ല ആശയങ്ങൾ കണ്ടു അല്ലെ? വളരെ ഉത്സാഹത്തോടെ വളരെ വ്യക്തമായി സൗരൻ നല്ലതായിട്ട് കാര്യതകൾ അവതരിപ്പിച്ചു. സാറിന്റെ പ്രസംഗത്തിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആശയം എന്ന് പറയുന്നത് പ്രായോഗിക മൂല്യം വ്യക്തമാക്കുക എന്നുള്ളതായിരുന്നു. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾവിക്കാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നും അത് അവർക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും കാണിച്ചു കൊടുക്കുക. അതാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാനായിട്ട് കഴിയും? എന്താണ് ചെയ്യേണ്ടതെന്ന് അവതരണത്തിലുടനീളം കേൾവിക്കാർക്ക് വ്യക്തമാക്കി കൊടുക്കുക. സൗരൻ തന്റെ വിഷയത്തെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞു അല്ലെ? അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൗരൻ തുടക്കം മുതൽ തന്നെ സൗരൻ ആവർത്തിച്ച് അത് വിശദീകരിച്ചു. എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രാധാന്യമായിരിക്കുന്നത്? കാരണം മുമ്പ് അന്നത്തെ കാലഘട്ടത്തെക്കാളും ഇന്നത് വിവാഹ മോചനം എന്ന് പറയുന്നത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മനോഭാവം ക്രിസ്തീയ ദമ്പതികൾ എന്ന നിലയിൽ നമ്മളെ സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യാദികൾക്കെതിരെ നമ്മൾ ജാഗ്രത പാലിക്കണമെന്ന് സൗരൻ തന്റെ പ്രസംഗത്തിലുടനീളം വിശദീകരിച്ചു. ആ നല്ല ആശയങ്ങൾക്ക് സൗരന് വളരെ നന്ദി പറയുന്നു. ഇന്ന് വയൽസനത്ത് സജ്ജരാഗം എന്ന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ സൗരൻ